നല്ല മഴയൊക്കെ പെയ്ത് ഈ തണുപ്പടിച്ചിരിക്കുന്ന ഈ സമയത്താണ് വൈകുന്നേരത്തെ ചായക്ക് എന്താ കഴിക്കുക എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അടുക്കളയിൽ പഴം പാകമായിട്ടിരിക്കുന്നുണ്ട്, എന്നാൽ പഴംപൊരി ഉണ്ടാക്കാം. അപ്പോൾ ഓക്കെ, പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പഴമൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുകയാണ്. ഇത് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണ് കേട്ടോ, നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ മുറിഞ്ഞു പോകും. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴത്തിൻ്റെ ആ പുളിപ്പൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആ പഴംപൊരി കഴിക്കാനായിട്ട്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ പഴം കംപ്ലീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പഴംപൊരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ കുറച്ച് മുന്നേ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. പഴംപൊരി മാവൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതല്ലേ. അരിപ്പൊടിയും മൈദപ്പൊടിയും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മധുരത്തിന് കുറച്ച് പഞ്ചസാര, കാരണം ഇത് അത്യാവശ്യം നന്നായിട്ട് പഴുപ്പുള്ള പഴമാണല്ലോ, മധുരമുള്ള പഴമാണ്. അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ട് ബാലൻസ് ചെയ്യാനായിട്ട്. പിന്നെ കുറച്ച് അപ്പക്കാരം, അതെല്ലാം കൂടെ മഞ്ഞൾപ്പൊടി, അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. മാവ് അമ്മ കുറച്ച് മുന്നേ മിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ മാവൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, പഴം മാവിൽ മുക്കുക, പൊരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു ഭാഗത്ത് പഴംപൊരി ഇതായും കൊണ്ടിരിക്കുന്നുണ്ട്. അതങ്ങനെ ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചായ ഉണ്ടാക്കാം. ചായക്ക് വെച്ച് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര ഇട്ടു. ഇനി ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അത് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചായ നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ചായ റെഡിയായി. പഴംപൊരിയുടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് പഴംപൊരി റെഡി ആയിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല പഴുപ്പേറിയ പഴമായതുകൊണ്ട് തന്നെ നമ്മൾ മുറിച്ച് വെച്ചപ്പോൾ തന്നെ ഇരുന്ന് കളറ് മാറുന്നുണ്ട് കേട്ടോ പഴം. ഒരു സൈഡൊക്കെ ഇങ്ങനെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ വേഗം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.